വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ അയലൂരിൽ വ്യവസായ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. സംരംഭം എങ്ങനെ ആരംഭിക്കാം, സർക്കാർ സബ്സിഡി സ്കീമുകൾ, ലൈസൻസ് നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് ശില്പശാല നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന വ്യവസായ വകുപ്പും കൂടി ഒന്നിച്ച് ആ സംരംഭകർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സംരംഭം എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ കാലയളവിൽ തൊഴിലില്ലായ്മ വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ആ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാവർക്കും സർക്കാർ ജോലി എന്നതിൽ പകരം സ്വയമായിട്ട് നമ്മളൊരു സംരംഭം തുടങ്ങി നമ്മൾ 4 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം കണക്കിൽ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംരംഭ പരിപാടികൾക്കെല്ലാം തന്നെ സർക്കാർ വലിയ തോതിലുള്ള പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ കുടുംബശ്രീൻ്റെ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളകൊടിൻ്റെ ആണെങ്കിൽ അരിപ്പൊട്ടിൻ്റെ ആണെങ്കിൽ യൂണിറ്റ് അവർ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ LED ബൾബുകളുടെ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊപ്ര വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയുള്ള യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ടൈലറിംഗ് യൂണിറ്റ്, അങ്ങനെ ഒരുപാട് നിരവധി യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വലിയ തോതിലുള്ള സംരംഭം എന്ന് പറയുമ്പോൾ മരപ്പേട്ട അടക്കം നമ്മുടെ ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ള ടൈലറിംഗ് യൂണിറ്റുകളും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ചെറുതെ വളർത്താൻ വേണ്ടിയിട്ട് തേയില ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനത്തെ സംരംഭം. അങ്ങനെ നമ്മളുടെ ഗ്രാമപ്രദേശത്തിന് യോജിച്ച പ്രവർത്തനം ഏതാണ്, ആ ചെറുതാണെങ്കിലും അത് വലുതാണെന്നുണ്ടെങ്കിലും ആ പ്രവർത്തനം നല്ല രീതിയിൽ തുടങ്ങി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഇന്ന് പഞ്ചായത്തിൽ നിന്നും വ്യവസായ വകുപ്പിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് റജീന ചാന്ത് മുഹമ്മദ് അധ്യക്ഷയായി. വ്യവസായ വികസന ഓഫീസർ കെ ബിനു, കാനറ ബാങ്ക് മാനേജർ ജുവൽ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഞ്ജുള സുരേന്ദ്രൻ, മവിത വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.